വഴുതനങ്ങ വെച്ച് ഇങ്ങനെ ഒരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ വലിയൊരു എഗ്പ്ലാന്റ് ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് 7 വെളുത്തുള്ളിയും 3-4 വറ്റൽമുളക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ആക്കി കൈകൊണ്ട് തന്നെ നല്ലോണം ഞെരടി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ ഞെരടണം, മിക്സി ഉപയോഗിക്കരുത്. ഇനി വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത എഗ്പ്ലാന്റ് മീൻ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കുക കേട്ടോ. ആഹാ സെറ്റ്. ഈ ഒരു കളറിൽ കിട്ടണം കേട്ടോ സംഭവം. ഈ വറുത്ത് വെച്ചേക്കണ എഗ്പ്ലാന്റ് എല്ലാം നമ്മൾ നേരത്തെ ഞെരടി വെച്ചേക്കണ വെളുത്തുള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് ഞെരടാം കേട്ടോ. ചൂടൊക്കെ പോയിട്ട് വേണം കേട്ടോ ഞെരടാൻ, അല്ലെങ്കിൽ കൈകൊള്ളു. ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സവാളയുടെ റോ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി വഴറ്റിയതിന്റെ കൂട്ടത്തിൽ തന്നെ സവാളയും വഴറ്റിയിട്ട് ഇതിനകത്ത് ഞെരടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള സംഭവം. ഇനി ആ ചമ്മന്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഉണ്ട പിടിക്കുക, ചോറിന്റെ മേളിൽ വെച്ച് കൊടുക്കുക, കഴിക്കുക. ഈ വഴുതനങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ചോറിന്റെ കൂടെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കഴിക്കണം. ഓ എന്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ, പൊളി ഐറ്റം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.